അപമാനിക്കുന്ന പ്രവണത ഈ അടുത്ത കാലത്താണ് ഇത്രയും വർദ്ധിച്ചു വന്നത്. പ്രത്യേകിച്ച് കേരളത്തിന് പുറത്ത് സവർക്കറെ അപമാനിക്കുന്ന പ്രവണത ഇല്ല. കേരളത്തിന്റെ പുറത്ത് അങ്ങനെ ഉണ്ടാവാൻ വഴിയില്ലല്ലോ. കാരണം വിദ്യാശൂന്യരായിട്ടുള്ള ഗോമൂത്രം 4 നേരം സേവിക്കുന്ന ചാണകം തലയിൽ കയറ്റി വെച്ച് നടക്കുന്ന അവർക്ക് സവർക്കർ എന്നൊക്കെ അടിപൊളിയാണ്, അയാൾ ചരിത്ര പുരുഷോത്തമനാണ്, സ്വാതന്ത്ര്യ സമര സേനാനിയാണെന്നൊക്കെ പറഞ്ഞ് ചിലപ്പോ അവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരും. പക്ഷെ കേരളത്തിലുള്ള ആളുകൾ അത്യാവശ്യം ബോധം വിവരം വിവേകമൊക്കെ ഉള്ള ആളുകളാണ്. അപ്പൊ അവരോട് നീ അത് പറയരുത് കേട്ടോ. ഓക്കെ, നമുക്ക് തുടർന്ന് കേൾക്കാം, തുടർന്ന് മറുപടിയും കൊടുക്കാം. പക്ഷെ നമുക്കറിയാം, മാർക്സിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും ഒക്കെ നേതാക്കന്മാർ ഒരു കാലത്ത് സവർക്കറെ അങ്ങേയറ്റം ശ്ലാഘിച്ചിട്ടുള്ളവരാണ്. കാരണം സവർക്കറുടെ സംഭാവന എന്താണ്, ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ സവർക്കറുടെ സംഭാവന എന്താണ് എന്ന് അറിയുന്നവർക്ക് സവർക്കറെ വിമർശിക്കാൻ കഴിയില്ല. എന്റെ പൊന്നു മോൻ, എന്ത് സംഭാവനയാ തന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല.